സർ, കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ ഒരു മുന്നറിയിപ്പ് വന്നിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്. ഏപ്രിൽ മെയ് മാസങ്ങളിൽ കേരളത്തിൽ അതിശക്തമായ ചൂടുണ്ടാവുമെന്നായിരുന്നു ആ മുന്നറിയിപ്പ്. അപ്പോൾ അതുമാത്രമല്ല, വേനൽ മഴ ഉണ്ടാവുമെന്ന് പറഞ്ഞ മുന്നറിയിപ്പും വന്നു. ഇപ്പോൾ മാർച്ചിൽ തന്നെ അതിശക്തമായ ചൂടായിരുന്നു. ചൂട് മാത്രമല്ല, UV റേസിൻ്റെ അളവ് കൂടുതൽ വന്നു, ശക്തമായ ചൂടാണ്. അപ്പോൾ ഈ ശരിക്കും വേനലെന്ന് പറയാൻ പോകുന്ന, അല്ലെങ്കിൽ വേനലെന്ന് വിശേഷിപ്പിക്കാവുന്ന മാർച്ച് മെയ്യിൽ എത്രമാത്രം ചൂട് കേരളത്തെ ബാധിക്കുമെന്നുള്ള ആശങ്ക ജനങ്ങൾക്കുണ്ട്. അപ്പോൾ എന്തായിരിക്കും നമ്മുടെ ഈ വർഷത്തെ ഏപ്രിൽ മെയ് മാസത്തെ ഒരു ചൂടിൻ്റെ അവസ്ഥ എന്തായിരിക്കും? നമ്മൾ ഈ 2025 ജനുവരി മാസം മുതൽ തന്നെ നമുക്ക് സാധാരണയേക്കാൾ കൂടുതൽ ചൂട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഫെബ്രുവരി മാസം നമുക്ക് ഏറ്റവും ചൂടേറിയ ഒരു മാസമായിരുന്നു. അതിനുശേഷം മാർച്ചിലേക്ക് എത്തുമ്പോൾ മാർച്ചിലും താങ്കൾ സൂചിപ്പിച്ച പോലെ വലിയ ചൂട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സിറ്റുവേഷൻ ഉണ്ടായി. എന്നാലും നമ്മൾ പേടിച്ചിരുന്നൊരു പ്രശ്നം വളരെ വേനൽമഴ തീരെ മാറി നിൽക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചതെങ്കിൽ ആ ഒരു സാഹചര്യം ഉണ്ടായില്ല. വേനൽമഴയും നമുക്ക് സാധാരണ കിട്ടുന്നതും ചിലയിടങ്ങളിലൊക്കെ സാധാരണകൾ കൂടുതൽ വേനൽമഴ നമുക്ക് കിട്ടി. അപ്പോൾ അങ്ങനെ ഉണ്ടായതുകൊണ്ട് നമ്മൾ പേടിക്കുന്ന രീതിയിലേക്ക് ഒരു ഏപ്രിൽ തുടക്കത്തിൽ തന്നെ നമ്മൾ 40-ലേക്കൊക്കെ എത്തുമെന്ന് പ്രതീക്ഷിച്ച ആ രീതിയിലേക്ക് എത്തിയിട്ടില്ല. എന്തായാലും കാലാവസ്ഥാ വകുപ്പിൻ്റെ ഒരു ഫോർകാസ്റ്റ് ഉള്ളത് കേരളത്തിൽ ചിലയിടങ്ങളിൽ സാധാരണ നമുക്ക് മുൻ അനുഭവങ്ങളെ അപേക്ഷിച്ച് സാധാരണ നിലക്കുള്ള ടെമ്പറേച്ചറും ചിലയിടങ്ങളിൽ ടെമ്പറേച്ചർ കുറച്ച് കൂടാൻ, അതായത് പ്രത്യേകിച്ച് നോർത്ത് കേരളയിൽ സാധാരണയേക്കാൾ കൂടുതൽ ടെമ്പറേച്ചറും ഏപ്രിൽ മാസത്തിൽ പ്രതീക്ഷിക്കണം എന്നുള്ള നിലക്കാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ ഫോർകാസ്റ്റ് വന്നിരിക്കുന്നത്. പക്ഷേ ആശ്വാസം എന്നുള്ള നിലക്ക് നമുക്ക് വന്നിരിക്കുന്നത് ഇപ്പോൾ വേനൽമഴയുടെ ഒരു തുടർച്ചയായ ദിവസങ്ങളിൽ വേനൽമഴ ഉണ്ടാവുമെന്നുള്ള ഒരു മുന്നറിയിപ്പും ഉണ്ട്. പ്രത്യേകിച്ച് ഈ ആഴ്ച, ഇപ്പോൾ നടപ്പ് ആഴ്ചയിൽ നമുക്ക് ഒറ്റപ്പെട്ട രീതിയിലുള്ള ഒരു വേനൽമഴയുടെ ഒരു സ്വഭാവം നമുക്കറിയാം. ഇടിമിന്നലോട് കൂടിയിട്ടുള്ള ചെറിയ പ്രാദേശിക സ്വഭാവത്തിലുള്ളൊരു മഴയാണ് നമുക്ക് സാധാരണ നിലക്ക് വേനൽമഴയായിട്ട് തുലാവർഷത്തിനോട് സമാനമായ രീതിയിലാണ് മഴ ലഭിക്കാറുള്ളത്. പക്ഷേ ശക്തമായ കാറ്റും ശക്തമായ മഴ വളരെ കുറച്ച് സമയത്തേക്കുള്ള രീതിയിലാണ് ഇപ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇടിമിന്നലിൻ്റെ ഒരു കാര്യവുമുണ്ട്. അപ്പം മഴയുടെ ഒരു സ്വഭാവം, അതായത് വെള്ളവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങളെ നമുക്ക് ഈ ഒരു മഴ ലഭിക്കുന്നതോടുകൂടി തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുന്നതോട് കൊണ്ട് വെള്ളത്തിൻ്റെ അഭാവം മൂലമുള്ള കുടിവെള്ളക്ഷാമമാണെങ്കിലും ഒരു വരൾച്ച പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് അതിജീവിക്കാൻ അത് സഹായകമായിട്ടുണ്ട്. പക്ഷേ ചൂടിൻ്റെ കേസിൽ തുടർച്ചയായ ദിവസങ്ങളിൽ നമുക്ക് മഴ വലിയ രീതിയിൽ ലഭിക്കുകയാണെങ്കിൽ ചൂടിനൊരു ശമനം ഉണ്ടാകും. ഈ തുടർച്ചയായ ദിവസങ്ങളിൽ നമുക്ക് ഈ വരണ്ട കാലാവസ്ഥ നിലനിൽക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ മഴയും മാറി നിൽക്കുന്നു, ചൂടും കൂടുന്നു, നമ്മുടെ കാറ്റിൻ്റെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരുന്നു എന്നുള്ള സാഹചര്യം വരുമ്പോഴാണ് നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ രൂക്ഷമാവാറുള്ളത്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ആശങ്ക ഈ മഴ ലഭിക്കുകയാണെങ്കിൽ നമുക്ക് ഉണ്ടാവില്ല. പക്ഷെ അപ്പോഴും ചൂട്, അസ്വസ്ഥത ഉണ്ടാക്കുന്ന ചൂട് നമുക്കുണ്ട്. മഴയുടെ ഈ ഒരു കുറച്ച് ദിവസം മഴ കഴിഞ്ഞാൽ പിന്നീട് ചൂട് വീണ്ടും സജീവമാകും. അപ്പോൾ അത്തരം സാഹചര്യത്തിൽ നമുക്ക് ഹ്യൂമിഡിറ്റിയുടെ, പ്രത്യേകിച്ച് വേനൽമഴ ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേര സമയത്താണ് വേനൽമഴ കാര്യമായിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതും. അപ്പോൾ പകൽ സമയത്ത് ഹ്യൂമിഡിറ്റി കൂടുതലാണ്, ചൂടുമുണ്ട്. അപ്പോൾ അതിൻ്റെ അസ്വസ്ഥത നമുക്ക് കൂടുതലായിട്ട് അനുഭവപ്പെടാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അത് അങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു. ഏപ്രിൽ ഈ മഴയുടെ ഒരു സാഹചര്യം മാറി നിൽക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ മഴയുടെ സാഹചര്യം അവസാനിക്കുന്നതിനോടുകൂടി വീണ്ടും നമുക്ക് ചൂട് കൂടുതലാവാനുള്ള സാധ്യതയുണ്ട്. നമുക്കിതുവരെ 40 ഡിഗ്രിയിലേക്കൊന്നും മാർച്ച് മാസത്തിൽ എവിടെയും എത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. എന്നാൽ നമുക്കറിയാം, നമ്മുടെ പാലക്കാടും വെള്ളാനിക്കരയും പിന്നെ ഉൾപ്പെടെ സാധാരണ നമുക്ക് 40 ഡിഗ്രി സെൽഷ്യസ് എത്തുന്ന ടെമ്പറേച്ചറും ഏപ്രിൽ 3-ാമത്തെ ആഴ്ചയിലൊക്കെയാണ് നമുക്ക് 2-ാമത്തെയും 3-ാമത്തെ ആഴ്ചയിലാണ് നമുക്ക് എത്താറുള്ളത്. ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ ഈ ഫെബ്രുവരി മാസത്തിൽ തന്നെ കണ്ണൂരൊക്കെ 40 ഡിഗ്രി എത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കോട്ടയത്തും ചിലയിടങ്ങളിലുമൊക്കെ നമുക്ക് ഇപ്പോൾ പുനലൂരും കോട്ടയത്തും ഒക്കെ നമുക്ക് 39-38 ഡിഗ്രി സെൽഷ്യസ് എത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്തരം സ്ഥലങ്ങളിൽ ഒരുപക്ഷെ നമുക്ക് ഒരു 40 ഡിഗ്രി സെൽഷ്യസിലേക്കൊക്കെ ടെമ്പറേച്ചർ ഏപ്രിൽ മാസത്തിൽ പല സമയങ്ങളിലും എത്താം. എന്നാലും 2024 അപേക്ഷിച്ച് കുറച്ചുകൂടി ആശ്വാസകരമായ ഒരു ദിനാവസ്ഥകളാണ് നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു വിലയിരുത്തൽ. ഫോർകാസ്റ്റിലാണെങ്കിലും നമുക്കൊരു എക്സ്ട്രീം, ഒരു എബോ നോർമൽ ചില സ്ഥലങ്ങളിൽ പറയുന്നുണ്ടെങ്കിലും വലിയ പേടിക്കേണ്ട സാഹചര്യമൊന്നും നിലവിൽ ഫോർകാസ്റ്റ് ഇതുവരെ ഇല്ല. പക്ഷെ അത് ഓരോ ആഴ്ചയിലെ ഫോർകാസ്റ്റിൽ മാറിക്കൊണ്ടിരിക്കാം. ഇപ്പോൾ നിലവിൽ വേനൽമഴ കിട്ടുന്നത് കൊണ്ട് വെള്ളവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങൾ നമുക്കൊരു പരിഹാരം ഉണ്ടാവുന്നുണ്ട്. കൂടാതെ ഒരു ചെറിയ ആശ്വാസം നമുക്കതിലുണ്ട്. എന്നാലും നമ്മൾ ചൂടുമായി ബന്ധപ്പെട്ട ജാഗ്രത തുടരണമെന്ന് തന്നെയാണ് കാണുന്നത്. കാരണം ഏപ്രിലാണ് നമ്മുടെ പ്രധാനമായിട്ടുള്ള രൂക്ഷമായ വേനൽ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അക്കാര്യത്തിൽ ഒരു ജാഗ്രത തുടരുന്നുണ്ട്. വേനൽമഴയുടെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മഴ നമുക്ക് ആശ്വാസമാണെങ്കിലും വേനൽമഴയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 2 തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകാനുള്ള സാധ്യതയുണ്ട്. ഒന്ന്, ശക്തമായ കാറ്റ്, വളരെ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള കാറ്റ് വേനൽമഴയോടൊപ്പം നമുക്ക് കിട്ടുന്നുണ്ട്. അത് ചില പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ മഴക്കാല മുന്നൊരുക്കങ്ങൾ തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് മരങ്ങളും മറ്റുമൊക്കെ വീണുകൊണ്ടുള്ള അപകടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
കൂടാതെ ഇടിമിന്നലാണ് നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു വിഷയം. അത് വേനൽ മഴയോടൊപ്പം നമുക്ക് ലഭിക്കുന്ന ഒരു കാര്യമാണ്. ഇടിമിന്നൽ മൂലം ആളുകൾ മരണപ്പെടുന്ന സാഹചര്യം ഇതിനോടകം തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇടിമിന്നലിൻ്റെ ജാഗ്രത നമുക്ക് എല്ലാവർക്കും ഉണ്ടാവേണ്ടതുണ്ട്. അപ്പോൾ അത് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നമ്മളുടെ ഒരു ക്യാമ്പയിനൊക്കെ പോകുന്നത്. വേനലും ചൂട് മാത്രമല്ല ഇടിമിന്നലും നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ള നിലക്കാണ്.